അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഖുർആനിലെ ജിന്നും മുസ്ലിം ജിന്നുമായുള്ള അഭിമുഖം എന്ന പുസ്തകത്തിലെ ജിന്നും വീഡിയോ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് വൈകിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്, കാരണം കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ എല്ലാം ഓക്കെ. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം പറയാനുള്ളത് വെച്ചാൽ, ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗം കാണണം. കാരണം ഈ വീഡിയോ ആദ്യ ഭാഗം കണ്ടാൽ മാത്രമേ ഈ വീഡിയോ മനസ്സിലാവുള്ളൂ. അത് നാം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ജിന്നിനെ പറ്റി നൽകിയ പരിമിതമായ അറിവ് 8 ആയത്ത് വെച്ചിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടാൽ മാത്രമേ ഈ ഒരു വീഡിയോ, ഈ ഒരു മുസ്ലിം ജിന്നുകളുടെ അഭിമുഖത്തിൽ നിന്ന് ഈ പുസ്തകത്തിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം ജിന്നാണല്ലോ, അപ്പോൾ അതിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ മനസ്സിലാക്കാൻ അത് കണ്ടിരിക്കണം. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് കാണണം, എന്നിട്ട് ഈ വീഡിയോ കാണണം. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പുസ്തകം എഴുതിയത് മുഹമ്മദ് ഈസാ ദാവൂദ് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പത്രപ്രവർത്തനാണ്. വെരിഫൈഡ് ഒരാളാണ്, അങ്ങനെ ഫേക്കല്ല. പിന്നെ ഇയാളുടെ പിക്ചേഴ്സും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് എവിടെയും കിട്ടില്ല, വീഡിയോസും മറ്റ് കാര്യങ്ങളും. പക്ഷേ ഇയാൾ ആക്റ്റീവായിട്ട് എഴുതുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പുസ്തകം അറബിക്കിലാണ് എഴുതുന്നത്, കാരണം ഈജിപ്തിനാണല്ലോ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ പേര് ഹിബാർ സഹബി മാ അൽ ജിന്നുൽ മുസ്ലിം. 1992 ജിദ്ദയിലാണ് ഇത് പബ്ലിക് ചെയ്തത്. അതായത് ഒരു മുസ്ലിം ജിന്നുമായുള്ള അഭിമുഖം തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് ക്ലൈമഡ് എന്നാണ്. അതായത് മുഹമ്മദ് ഈസാ ദാവൂദ് ഇങ്ങനെ ഒരു മുസ്ലിം ജിന്നുമായ അഭിമുഖം നടത്തി എന്ന് പറയപ്പെടുന്നു എന്ന് മാത്രം. അതായത് അത് സ്ഥിരീകരണയില്ല, അതാണല്ലോ ക്ലൈമഡിൻ്റെ അർത്ഥം. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, എല്ലാം ക്ലൈമഡാണ്. അയാൾ സ്വയം അവകാശവാദം ഉന്നയിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കണ്ടു, ഞാൻ ഇത് അറിഞ്ഞു, ഇങ്ങനെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെൻറ്റ്സൊക്കെ അയാൾ സ്വയം അവകാശപ്പെടുന്നതാണ്. അങ്ങനെ സ്ഥിരീകരിച്ചതായിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജിന്ന്, അതുപോലെ ലോകാവസാനം, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ നന്നായിട്ട് എഴുതുന്ന ഒരാളാണ് മുഹമ്മദ് ഈസാ ദാവൂദ്. അപ്പോൾ നമുക്ക് അഭിമുഖത്തിലേക്ക് കടക്കാം. ഈ അഭിമുഖത്തിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ജിന്നാണ്. ജിന്നെ കണ്ടതാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ജിന്നിൻ്റെ പേരുണ്ട്. ആ ജിന്നിൻ്റെ പേരാണ് മുസ്തഫ കഞ്ചൂർ. മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ജിന്നെയാണ് കണ്ടതെന്നാണ് അയാൾ പറയുന്നത്. ദാവൂദ് ഈ 16-ാം പേജിൽ പറയുന്നത് ഈ ജിന്നൊരാളുടെ ശരീരത്തിൽ വന്നിട്ടാണ് ഈ അഭിമുഖം തന്നതെന്നാണ്. അതായത് ഈ ജിന്ന് എവിടെയോ കിടക്കുന്ന ജിന്ന് ഒരാൾ ശരീരത്തിൽ കയറി, അത് നേരിട്ട് നമ്മളെ മുഹമ്മദ് ഈസാ ദാവൂദിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തു എന്നാണ് പറയുന്നത്. 3 പ്രവാചകന്മാരുടെ പേരൊക്കെയാണ് ഇയാളുടെ പേരുള്ളത്: മുഹമ്മദ്, ഈസ, പിന്നെ ദാവൂദ്. പിന്നെ വേറെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജിന്ന് ഇന്ത്യക്കാരനാണ്, നമ്മുടെ ഫെലോ ഇന്ത്യനാണ്, നമ്മുടെ സഹോദരനാണ്. കാരണം എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാർ ആണെന്നാണല്ലോ. അപ്പോൾ ഇയാൾ മുംബൈക്കാരനാണ്, നിർഭാഗ്യവശാൽ കേരളത്തിലല്ല. ഒരു ഈജിപ്ഷ്യൻ ജിന്നിനെ പറ്റി എഴുതുമ്പോൾ ഈ പറയുന്ന ആ ഒരു ജിന്നും ഈജിപ്തുകാരനാകുമ്പോൾ അറബികൾ വായിക്കുമ്പോൾ അവർക്ക് കുറച്ച് കോമഡി ആയി പോകും. അതുകൊണ്ടായിരിക്കാം ഈ കുറച്ച് ദൂരെയുള്ള നമ്മൾ ഇന്ത്യക്കാരനാക്കി അയാളെ മുംബൈക്കാരനാക്കിയത്. പിന്നെ ഈ മുംബൈ കിടക്കുന്ന ഈ ജിന്ന് അങ്ങ് ഈജിപ്തിലെ മുഹമ്മദ് ഈസാ ദാവൂദിനെ ഒരാളെ ശരീരത്തിൽ കയറി കാണാൻ പോയിട്ടുണ്ട്. അത് നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തമാശ എന്താ വെച്ചാൽ, നമുക്കറിയാം ജിന്നുകൾ മനുഷ്യരെ പോലെ ഒരു സാമാന്യ സ്വഭാവമുള്ള സൃഷ്ടികളല്ല. എന്നാൽ ഈ എഴുതിയ ആൾക്ക് ഈ ജിന്ന് എന്ന് പറയുന്നത് മനുഷ്യരെ പോലെയാണ്. ഈ ഇംഗ്ലീഷുകാരുണ്ടാക്കിയ ഈ കാർട്ടൂണുകളുണ്ടല്ലോ, അതിലെ ജിന്നുകൾ, കഥാപാത്രങ്ങൾ, അതിന് തുല്യമായിട്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചും പോട്ട് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവും. ഈ ജിന്ന് ആദ്യം ഒരു ക്രിസ്ത്യനാണെന്നാണ് പറയുന്നത്. ആദ്യത്തെ പേരെന്ന് പറയുന്നത് റിസ്ലാൻ സമീർ കഞ്ചൂർ. ഈ ജിന്നിൻ്റെ ഇസ്ലാം സ്വീകരണം, അതായത് ഇപ്പോൾ മുസ്ലിമാണ്. അപ്പോൾ ഈ ജിന്നിൻ്റെ ഇസ്ലാം സ്വീകരണം ഒരു കൂട്ടം മുസ്ലിം ജിന്നുകളുടെ മുമ്പിലായിരുന്നു എന്നാണ്. അതായത് നമ്മൾ ഈ പൊതുവേ ഫോറിൻ മുസ്ലിം ചാനലുകൾക്ക് കാണുന്ന ആ ഒരു ഇതേ സെയിം സംഭവം. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾക്ക് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള മനുഷ്യർ തന്നെയാണ് ജിന്ന്. ജിന്നുകൾ എന്ന് പറയുമ്പോൾ ഇയാളുടെ മൈൻഡിൽ എല്ലാം സെയിം ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. പിന്നെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ ഒറിജിനൽ ബുക്കിൽ
അതാണ് ഇവിടെ എക്സ്പോസ് ആകുന്ന വലിയ സംഭവമുണ്ട്. തമാശ ഈ ഈ ഒരു ഒറിജിനൽ ബുക്കിൽ ഇബിന് കഞ്ചൂർ എന്നേ ഉള്ളൂ. അതായത് ഇയാൾ എഴുതിയ മുഹമ്മദ് ഇസാ ദാവൂദ് എഴുതിയ അറബിക് ബുക്കിൽ ഇബിന് കഞ്ചൂർ എന്ന പേരേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മുസ്തഫ കഞ്ചൂർ. നമ്മളെ ഈ മലയാളത്തിൽ ഒരു മുസ്തഫ എന്ന പേരാണ് കൊടുത്തത്. മുസ്തഫ ഇബിന് കഞ്ചൂർ. അപ്പോൾ ഈ ബുക്കിൽ മലയാളത്തിൽ പറയുന്നുണ്ട്, അതായത് ഈ എന്താണ് ഇബിന് കഞ്ചൂർ എന്ന് പറയുന്നത് ഇയാളുടെ ഗോത്രമാണ്. ഓക്കെ, പേരല്ല, ഒരു ഗോത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മലയാളത്തിലേക്ക് വന്നപ്പോൾ മലയാളത്തിൽ വിവർത്തനം ചെയ്ത ആൾക്കാർ മുസ്തഫ കഞ്ചൂർ ഇട്ടത്, വെറും ഇബിന് കഞ്ചൂറിന് ഇടാത്ത? ഒറിജിനൽ ബുക്ക് അങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ ഏത് ബുക്ക് എടുത്താലും അത് തർജ്ജമ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഈ തർജ്ജമ ചെയ്യുന്ന ആൾ അവരുടേതായ കയ്യിൽ നെടൂല, പേരുകളൊന്നും ഒട്ടും മാറ്റൂല. അവിടെ ഈ പറഞ്ഞ പ്രയോഗങ്ങൾ പിന്നെ മറ്റ് ഭാഷകളൊക്കെ മാറ്റുള്ളൂ, അതേ മാറ്റാൻ അനുവദമുള്ളൂ. പക്ഷെ ഇവിടെ പേര് തന്നെ മാറ്റി മുസ്തഫ ഇബിന് കഞ്ചൂറാക്കി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ ഇത് വായിക്കുമ്പോൾ, കാരണം മലയാളത്തിൽ തർജ്ജമ ചെയ്ത് മലയാളികൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വായിക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തർജ്ജമക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ടാവുക, മുസ്തഫ കഞ്ചൂർ കൊടുത്തിട്ടുണ്ടാവുക. ഇതൊന്നും എവിടെയും ഈ ബുക്കിൽ എഴുതിയില്ലേ, ഞാൻ പറയുന്നതാണ്. കാരണം വെച്ചാൽ എങ്ങനെയാണ് മുസ്തഫ എന്ന് എവിടെയാണ് ഈ പറഞ്ഞ ഒറിജിനൽ ബുക്കില്ല, പിന്നെ എങ്ങനെയാണ് ഈ മുസ്തഫ എന്ന പേര് ഈ തർജ്ജമ ചെയ്തപ്പോൾ വന്നത്? അപ്പോൾ ഇത് തന്നെയാണ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യണം. ഓക്കെ, ഇന്ത്യക്കാരനാണ് മുംബൈക്കാരനൊക്കെ വായിക്കുമ്പോൾ മുസ്തഫ കഞ്ചൂർ അതല്ല പേര്. പക്ഷെ അറബികൾക്ക് ഇവർ കഞ്ചൂർ എന്താണ് കുഴപ്പമില്ലാത്ത പേരാണ്, അവർ അങ്ങനെ തന്നെ എടുക്കും, അവർക്ക് പ്രത്യേകിച്ച് കലടി ഉണ്ടാവില്ല. ഈ മുസ്തഫ കഞ്ചൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്താണ് നമ്മളുടെ കേരള ടോൺ കിട്ടുന്നുണ്ടല്ലേ, നമ്മുടെ നാട്ടിൽ എവിടെയോ ഉള്ള ഒരാളുടെ പേര് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ ബുക്കിൽ മെൻഷൻ ചെയ്ത വേറെ കാര്യമാണ് ഈ അന്നത്തെ കാലത്തൊക്കെ ചൂടേറിയ വിഷയം. ഇപ്പോൾ ഒന്നും അങ്ങനെ എന്താണ് പണ്ടൊക്കെ കുറച്ച് മുമ്പ് വലിയ എന്താറുണ്ട് യൂട്യൂബേഴ്സൊക്കെ വീഡിയോസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് ആയ വിഷയങ്ങളായിരുന്നു ഈ ബർമുഡ ട്രയാങ്കിൾ, പിന്നെ UFO ഏലിയൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ അടുത്താണ് അതൊക്കെ മിസ്റ്റീരിയസ് ഒക്കെ അതിൻ്റെ എല്ലാം സോൾവ് ആയത്, മിസ്റ്ററി. പക്ഷേ അന്നത്തെ കാലത്ത് എഴുതിയാണല്ലോ. അപ്പം അതുകൊണ്ട് ഈ വായനക്കാർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയാലും അവരെ ഇത് എന്നാൽ ഈ ബുക്ക് വായിക്കണമല്ലോ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് ഫ്രണ്ടിൽ തന്നെ ഇയാൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ജിന്നിൻ്റെ കളികളാണ്. അപ്പം അതിന് തെളിവ് ഇതാ ഈ ബുക്ക് വായിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ പുസ്തകത്തിൻ്റെ രീതി പോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറൊക്കെ കറക്റ്റാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, തലക്കെട്ടുകൾ. ഞാൻ ചിന്തിക്കുന്നതല്ല, ഇയാൾ ഈ ഒരുപാട് ഖുർആനും ഹദീസൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഇയാൾ ക്ലൈം ചെയ്യുന്നത്, അതായത് ഇയാൾ അവകാശപ്പെടുന്ന ഈ വാദങ്ങളെ എന്താണ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ ഹദീസൊക്കെ ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള എന്താണ് സംഭവം അതൊക്കെ മറച്ചു വെച്ചിട്ട് വെറും അയാൾക്ക് തോന്നിയ സൂക്തങ്ങളും ഹദീസൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇയാൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, നല്ലൊരു ഫിക്ഷൻ റൈറ്റർ ആവാം, നല്ലൊരു എന്താണ് എഴുത്തുകാരനാവാം ഈ ഒരു കള്ളത്ര ഇല്ലെങ്കിൽ. ഇപ്പം 1001 രാവുകൾ, അലാവുദ്ദീൻ അത്ഭുത വിളക്ക്, പിന്നെ അലിബാബയും 40 കള്ളന്മാരും, ഇങ്ങനെയുള്ള പല ബുക്കുകളുണ്ടല്ലോ. അതുപോലെ ഈ ഒരു ബുക്ക് ഇയാൾക്ക് അങ്ങനെയൊന്നും ചെയ്യാം. പക്ഷേ അയാൾ ഇതിന് പകരം ഈ മതത്തിൻ്റെമായി ബന്ധപ്പെട്ട ബുക്കുകൾ ചിലപ്പോൾ അവിടെ വേഗം ഹിറ്റാവുമായിരിക്കും, ഇത് വേഗം പ്രസിദ്ധി എന്നാണ്. പിന്നെ അന്നത്തെ കാലമാണല്ലോ. ഇയാളിവിടെ ചെയ്യുന്ന സീരിയസ് ആയ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇയാൾ ചെയ്തത് കുഫറാണ്. പിന്നെ എന്താണ് വലിയ ചതിയാണ് ആൾക്കാരോട് ചെയ്യുന്നത്. പിന്നെ വേറൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ദജ്ജാലിയത്ത് സൗദി ഗവൺമെൻറ് പബ്ലിഷിൻ്റെ കീഴിലാണ് വന്നത്. അത് വലിയ ട്വിസ്റ്റാണ്. ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല, കാരണം ഒരു ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ അയാളുടെ എഴുത്ത് എന്തിനാണ് സൗദി പബ്ലിക്കേഷൻ്റെ കീഴിൽ പബ്ലിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇത് എന്താണ് പ്യൂർ കോമൺ സെൻസ് ആണ്. അതായത് എന്ത് ചെയ്യുക, സൗദി പബ്ലിക്കേഷൻസ് മറ്റ് പബ്ലിക്കേഷൻസ് പോലെ ഒരു സംഭവമല്ല. അതായത് ഏത് ഫിക്ഷനും അതും ഇതും അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന സ്ഥലമല്ല അത്. കാരണം ഇത് സ്റ്റേറ്റിൻ്റെ കീഴിലാണ്. പിന്നെ സൗദി എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിംസിൻ്റെ ഒരു എന്താണ് വാലിഡിറ്റി, അവിടെ അവിടുന്ന് എന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഇസ്ലാമിൻ്റെ ഭാഗമാക്കോ അല്ലെങ്കിൽ വാലിഡിറ്റി. സൗദി എന്നാണോ, സൗദി പബ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എന്താണ് സർട്ടിഫിക്കറ്റ് തന്നോ, ഓക്കെ, എന്നാൽ ഇത് ഒരു വാലിഡ് ആയിട്ടുള്ള ബുക്കാണ് എന്ന് പറയാൻ തന്നെ അതിന് തന്നെയാണ് അയാൾ അവിടെ പോയിട്ട്, അതായത് ഈജിപ്തിൽ പബ്ലിക്കേഷൻസിൽ അവിടുത്തെ
ചെയ്യാതെ നേരെ സൗദിയിൽ വന്നിട്ട് പബ്ലിക്കേഷൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് സൗദിയിൽ നിന്ന് വരുന്ന എല്ലാം ദീനല്ല. അതാണ് ഇവിടെ പല ഉസ്താദുമാർ, അതായത് ഞാൻ ഈ പുസ്തകം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉസ്താദുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അയാൾ ഈ പുസ്തകത്തിന് ഇങ്ങനെ പൊയ്ച്ചടിക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞ ഒരു ഘടകം ഇത് തന്നെയാണ്. അതായത് ഇത് സൗദി ഗവൺമെൻറ് അംഗീകരിച്ചതാണ്, ഷേഖ് ഇബിൻ ബാസൊക്കെ എന്താണ് അയാളാണ് ഇതിന് അംഗീകരിച്ചതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബുക്ക് അയാൾ പറയുന്നത്. ചിലപ്പോൾ അയാൾ വേറെ എവിടെ നിന്ന് കേട്ടായിരിക്കാം, ഒട്ടും വായിച്ചിട്ടുണ്ടെന്ന് പറയില്ല, പക്ഷെ എന്നാലും അയാൾ എവിടെ നിന്നെങ്കിലും കേട്ടതായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഞാനത് ചാച്ചി പിടിച്ച് നോക്കി, കാരണം എനിക്ക് അപ്പം ഒരു സംശയം തോന്നി. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് ഷേഖ് ഇബ്നു ബാസ് ഇങ്ങനെ സംഭവത്തെ പറ്റി അറിയത്തുപോലുമില്ല, അയാൾ ഇങ്ങനെ ഒരു ബുക്കിനെ പറ്റിയിട്ട് എഴുതുകയോ പറയുകയോ ഒന്നും ചെയ്തതായ പബ്ലിക് റെക്കോർഡില്ല. ഈ ബുക്കിൽ തന്നെ ഈ സൗദി ഗവൺമെൻറ് വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അത് നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ സിഗ്നേച്ചറൊക്കെ അതൊക്കെയാണ് ഇയാൾ വാലിഡേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ്. പബ്ലിക്കേഷൻസ് കീഴിൽ ഇങ്ങനെ വരുമ്പോൾ അത് നമ്മളിങ്ങനെ സർട്ടിഫിക്കറ്റ് കാണിക്കൂല, ജസ്റ്റ് അതിൻ്റെ ബേക്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കും, അല്ലെങ്കിൽ സൈഡിലായിട്ട് എഴുതി വെക്കും ഈ പറയുന്ന പബ്ലിക്കേഷൻ്റെ കീഴിലാണ് മറ്റ് എഴുതി വെക്കുക ചെയ്യുക. അത് ഈ അഭിമുഖത്തിന് മുമ്പ് തന്നെ സാധാരണ നോർമലി അങ്ങനെയാണ് കൊടുക്കുക. പക്ഷേ ഇത് സൗദിയുടെ ആയതുകൊണ്ടാണ് ഇത് വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് അയാളൊരു പേജ് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പുസ്തകം എന്തുകൊണ്ടാണ് ഞാൻ എക്സ്പോസ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ, എന്നെ ട്രിഗർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഖുർആനാണ്. ഖുർആനും ഹദീസിൻ്റെയും ദുർവാഖ്യാനത്തിൻ്റെ അങ്ങേയറ്റാണ്, ഒരു പ്രളയം തന്നെയാണ്. ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് പേജ് ടു ലാസ്റ്റ് പേജ് വരെ ഈ പുസ്തകത്തിനെ പറ്റിയിട്ടുള്ള എക്സ്പോസ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ മണിക്കൂറോളം പോകും, പിന്നെ നമ്മുടെ സമയവും നിങ്ങളുടെ സമയമൊക്കെ പോകും. ഇതിൽ മെയിനായിട്ട് ആകെ നമ്മൾ നോക്കുന്നത് ഒന്നോ രണ്ടോ ഖുർആൻ ഹദീസ് ക്ലൈംസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവല്ലോ ഇതിൻ്റെ ഫുൾ എന്താണ് ഈ പുസ്തകത്തിൻ്റെ എന്താണ് ഈ സ്റ്റാൻഡേർഡ് എന്താണ്. ഇനി നമുക്ക് ഇവിടെയുള്ള ഒരു 5-ാം പേജിൽ നോക്കാം. മുഹമ്മദ് ഈസ ദാവൂദ് ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് അർദ്ധസത്യമാണ്. അതായത് ഈ അങ്ങനെ സത്യത്തെയും അസത്യത്തെയും ഒക്കെ ഇങ്ങനെ കൂട്ടിക്കലർത്തിയാണ് ഇയാൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴാണല്ലോ കാര്യങ്ങൾ വർക്കൗട്ടാണ്. ഇവിടെ അദ്ദേഹം ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുകയാണ്, ആദ്യം കേട്ടാൽ യുക്തിയും എന്താണ് ഇത് കാര്യങ്ങൾ പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകും. അതാണ് ഈ കള്ളന്മാരുടെ ഏറ്റവും വലിയ ഇത്. അയാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ യുക്തിരഹിതമാണ് തോന്നുന്നത് എല്ലാം നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ, അതൊക്കെ സത്യമല്ലേ, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയാണ് ഇയാൾ വാദിക്കുകയാണ് നമ്മളോട്. എന്നാൽ ഇതൊന്നും പുതിയൊരു വാദമല്ല. ഈ നൂറ്റാണ്ടുകളോളം പല കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ പ്രേതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, വേറെ എന്തെങ്കിലും എന്താണ് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വേറെ ഒരു സ്വാമി, ഒരു ഗോഡ്മാൻ, അയാളുടെ ഫോളോവേഴ്സ് വരെയാണ് ഇങ്ങനെ നടത്തി, ഇയാളെ അത് ചെയ്തു അല്ലെ ഇവർ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ കണ്ടിട്ടില്ല, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല പറയുമ്പോൾ പറയും നിങ്ങൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അപ്പോൾ നിങ്ങൾ പഠിച്ചവരെ കണ്ടിട്ടുണ്ടോ. ഇങ്ങനെ ഈ ഡേ സെയിം വാദമാണ്, എല്ലാ ഫാൾസ്ഹുഡിൻ്റെയും ഈ സെയിം സംഭവം തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഖുർആൻ കരീമാണ്. ഖുർആൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മുടെ വിശ്വാസമാണ്. ഖുർആൻ എന്തൊക്കെ പറയാത്തതുണ്ടോ അതൊന്നും നമ്മുടെ വിശ്വാസമല്ല, അത് ദീനിൻ്റെ ഭാഗമല്ല. ഓക്കെ, അത് കമ്പൽസറി ആയിട്ടുള്ള സംഭവമല്ല. ഖുർആനാണ് നമ്മുടെ എല്ലാം. അപ്പോൾ ആ ഖുർആനെ മനസ്സിലാക്കിയാൽ നമ്മൾ വൈകിട്ടില്ല. ഖുർആനെ മനസ്സിലാകാതിരിക്കുമ്പോൾ, ഖുർആൻ്റെ മേൽ വേറെ മറ്റു സാധനങ്ങളൊക്കെ വെക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ വൈകിട്ടി പോകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ആയിപ്പോകുന്നു. ഇവിടെ സിഹിറിനൊക്കെ കൂട്ടി പിടിക്കുന്നുണ്ട്. സിഹിറിന് ചില ആൾക്കാരൊക്കെ ഇല്ല എന്നൊക്കെ പറയുന്നത്. സിഹിറൊക്കെ ഉള്ളത് തന്നെ, പക്ഷേ ഏതായാലും മുഹമ്മദ് ഈസ ദാവൂദ് വേറെ കാര്യങ്ങളൊക്കെ പറയാൻ നോക്കാം. ഇതിനൊക്കെ ഉപയോഗിച്ചിട്ട് അതിനിടയിൽ കൂടി ഉണ്ടാക്കാൻ നോക്കുകയാണ് ഈ പ്രേതബാധയൊക്കെ പറ്റിയിട്ട്. അതായത് ഇതിനെ അയാൾ പറയുന്നത് പിശാച് ബാധയാണ്. അതായത് മുസ്ലിമുകൾക്ക് പ്രേതബാധ എന്ന കോൺസെപ്റ്റ് ഇല്ല. പക്ഷേ അയാൾ അതിനെ എന്ത് ചെയ്യാണ്, അതിനെ ഇസ്ലാമിഫിക്കേഷൻ ചെയ്യാണ്. അതിനെ എന്ത് ചെയ്യാണ്, അതിന് ജിന്ന് ബാധ. നിങ്ങൾക്ക് പ്രേതബാധ എന്ന് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ, നമ്മൾ പറയുന്നത് ജിന്ന് ബാധയാണെന്ന് അയാൾ പറയാണ്. ഇത് ശരിക്കും സത്യമാണ്. അയാളത് ഒരു ഹദീസ് വെച്ചിട്ട് ഖുർആനിലൊരു ആയത്ത് വെച്ചിട്ടാണ് അയാൾ ഈ ഒരു പിശാച് ബാധയെ പറ്റിയിട്ട് പറയുന്നത്. അത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ആയിട്ടുള്ള റാൻഡം ഖുർആൻ വേഴ്സസും ഹദീസും ഒക്കെ വെച്ചിട്ടാണ് ഇയാൾ കളി കളിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് വൈറ്റിക്കുന്ന ആൾക്കാരൊക്കെ കളിക്കുന്നത്. ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മതം തന്നെയാണ്. അല്ലാതെ ഈ പറഞ്ഞ വളരെ സിമ്പിളായിട്ട് ഏത് പൊട്ടൻ മനസ്സിലാക്കാൻ പറ്റുന്ന കള്ള് മറ്റുള്ള എന്ത് ലഹരി വസ്തുക്കളും പിന്നെ ഈ പറഞ്ഞ ഗാബിളിങ് അങ്ങനെയുള്ള ഈ സംഗതി മാത്രമാണോ? അല്ല. ഈ പിശാചിൻ്റെ വഴി വരുന്നത് നമ്മളെ വയറ്റിക്കുക,
നമ്മൾ വൈകിട്ട് പോകുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയ രീതിയിലായിരിക്കും. നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ആകാത്ത രീതിയിലായിരിക്കും ഈ വൈകിട്ടിൽ വരിക. ഓക്കെ, അല്ലാതെ നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത് നമുക്ക് അറിയുന്ന കാര്യത്തിലല്ല വരിക. അതുപോലെ തന്നെയാണ് ഇവിടെ കളിക്കുന്നത്. ഖുർആൻ വെച്ചിട്ടാണ് ഇയാൾ കളിക്കുന്നത്. ഖുർആൻ ഹദീസിനെ വെച്ചിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതൊക്കെ ഉള്ളടക്കം അതൊക്കെ എന്താണ് എടുത്ത് കൊട്ടയിട്ടിട്ടാണ് ഇയാളുടെ പൊട്ടത്തരങ്ങൾ, അല്ലെങ്കിൽ പൊട്ടത്തരം എന്നല്ല, ഇയാളെല്ലാം കളിക്കുന്നുണ്ട്. ഈ കളികളൊക്കെ സത്യമാണ്, ഇയാളുടെ എല്ലാ അവകാശവാദങ്ങളും സത്യമാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ ഖുർആൻ ആയത്ത് തന്നെ നോക്കാം. ആ ഖുർആൻ ആയത്ത് തന്നെ ഡിബങ്ക് ചെയ്താൽ ഇതങ്ങ് ഡിബങ്ക് ആവല്ലോ. ഇവിടെ പറയുന്ന ആയത്ത് സൂറത്തുൽ ബഖറ 275 ആയത്താണ്. അപ്പം ബാധിക്കാത്ത പിശാച് മരിച്ചു വീഴ്ത്തുമ്പോൾ എഴുന്നേൽക്കുന്നത് പോലെ അവൻ എഴുന്നേൽക്കുകയില്ല. അപ്പോൾ ഈ സൂക്തം ആദ്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുക എന്താണ്, നമുക്ക് ആദ്യം തോന്നുന്നത് എന്താണ്, പിശാച് ബാധ സത്യമാണ്. കാരണം അത് നേരിട്ട് പറയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണെന്ത്, ഇയാൾ എണീക്കുക എങ്ങനെയാണ്, പിശാച് ബാധിച്ച പോലെയാണ് എണീക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഖുർആൻ്റെ ആയത്തിൻ്റെ ഫുൾ സൂക്തം നോക്കിയാൽ ഓക്കെ, ഈ കട്ട് ഓഫ് ടു വേഴ്സാണ് ഇയാൾ തന്നത്. അപ്പോൾ നമുക്ക് ഫുൾ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാവും. ഇയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കാര്യത്തെ പറ്റിയാണ് പറയുന്നത്, അപ്പാട് താനെ ഒരു വേഴ്സിൽ അങ്ങനെ തന്നെ കൊടുത്തുവാണോ അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേഴ്സിനെ പറ്റി, ഈ സൂക്തത്തിൽ പറയുന്നത് ഈ പറഞ്ഞ പലിശക്കാരെ പറ്റിയാണ്. പലിശ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. പലിശ വാങ്ങുന്നവർ, കൊടുക്കുന്നവർ, അവരെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഉപമിക്കുകയാണ്. ഈ പിശാചുമായി ബാധിച്ച ഒരാളെ പോലെ ഇങ്ങനെ കിടന്നു വേറെ അത് പറയാണ്. അപ്പം പറയും, ഓ പിശാച് ബാധ ഉണ്ടല്ലോ, അതിനെ പറ്റില്ല പറയുന്നത്. അല്ല, ഖുർആനായാലും ഹദീസായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഖുർആൻ ഒരുപാട് സ്ഥലങ്ങൾ, ഹദീസിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ വർണ്ണനയാണ്. ഈ ഒരു അലങ്കാര വാക്കുകളാണ്. പിന്നെ പ്രയോഗങ്ങളുണ്ട്. അറബ്സിൻ്റെതായിട്ടുള്ള അവരുടെ പ്രയോഗങ്ങളുണ്ട്. അത് നേരിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പ്രോബ്ലമാറ്റിക്, നമുക്ക് മനസ്സിലാത്ത രീതിയിൽ വരും. ചിലപ്പോൾ നമുക്ക് അതെന്താണ് സംഭവം എന്ന് മനസ്സിലാവില്ല. പക്ഷെ അതൊക്കെ അറബ് റിയോട്രിക്കാണ്, അതായത് എന്താണ് അവരുടെ ഫിഗർ ഓഫ് സ്പീച്ചാണ്. പക്ഷെ ഖുർആനിലൊന്നും അങ്ങനെ ആയിട്ടുള്ള അറബികൾക്ക് മാത്രം മനസ്സിലാകുന്ന അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ സംഭവം ഹദീസിലാണ് അധികം കണ്ടുവരുന്നത്. ഈ അറബികളുടെ പ്രയോഗങ്ങളൊക്കെ ഹദീസിൽ മാത്രമേ വരുന്നുള്ളൂ. ഖുർആനിൽ വളരെ വ്യക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഏത് കൊച്ചുകുട്ടിക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഖുർആൻ്റെ ഭാഷയുള്ളത്. പക്ഷേ ഒരുപാട് ഈ പറയുന്ന ഇത് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പ്രയോഗങ്ങൾ, വർണ്ണനകൾ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. എന്നാൽ അതൊന്നും കൺഫ്യൂസ്ഡ് ആവില്ല. കാരണം നമ്മൾ വായിക്കുന്നത് നമുക്ക് അതിൻ്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്നും കൂടി നമുക്ക് പിടികിട്ടും. ഈ ഒരു പിശാച് ബാധ എന്നത് വെറും പ്രതീകാത്മകമാണ്. പിശാച് ബാധ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അയാൾ അത്രയും അധാർമികമായി എന്നാണ്. അത്രയും അധാർമികമായി, ഒട്ടും ധർമ്മബോധമില്ല, ഒട്ടും ഹക്കും ബാത്തിലില്ല. ഇങ്ങനെ നമ്മളറിയില്ല, മനുഷ്യത്തില്ലാത്ത മനുഷ്യനറിയില്ല, അതുപോലെ അങ്ങനെയും താണുപോയ മനുഷ്യന്മാർ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വേറെ പ്രയോഗം ഉണ്ടല്ലോ മലയാളത്തിൽ, ഈ എന്താണ് ചോര കൈ ഉപ്പ് തേക്കാത്തങ്ങ, അങ്ങനെ പറയില്ല. ആ ഒരു കാര്യത്തെയാണ് ഇവിടെ എന്താണ് പ്രയോഗിക്കുന്നത്, ഈ ഒരു പ്രതീകാത്മകമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ പേജ് നമ്പർ 8 വേറെ ഇയാൾ എന്ത് ചെയ്യാണ്, ക്രൈം അല്ല, മറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കോണ്ടസ്റ്റ്, ബുക്ക് എഴുതിയതിൻ്റെ കോണ്ടസ്റ്റ് നമുക്ക് മനസ്സിലാവും. അതായത് ഈജിപ്തിൽ എന്നോ നടന്നൊരു ജിന്നുബാധയൊക്കെ ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ചർച്ച നടക്കുകയാണ്. അപ്പോൾ അവിടെ ടി വിയിൽ ചർച്ച നടത്തുന്ന ഈ പറയുന്ന ഒരാൾ പറയാണ്, ബോധമുള്ള ഏതൊരാൾ പറയാണ്, എന്താണ് ഈ ജിന്നി ബാധ, ഇതൊന്നും സംഭവമൊന്നും ഇല്ല, ജിന്ന് ബാധ എന്ന സംഭവം ഇല്ല എന്നൊരു ബോധമുള്ള ഒരാൾ പറഞ്ഞപ്പോൾ ഇത് ട്രിഗറായിട്ടാണ്, അങ്ങനെ ആയിരിക്കാം ഇത് മുഹമ്മദ് ഈസ ദാവൂദ് പുസ്തകം എഴുതിയത്. കാരണം പുസ്തകത്തിൽ ഇയാൾ പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾ എന്ത് വകയിലാണ് അങ്ങനെ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കുറ്റം പേരെടുത്തിട്ട് ടി വിയിൽ ചർച്ച ചെയ്ത ആൾക്കാരെ പേരെടുത്തിട്ട് തന്നെ മുഹമ്മദ് ഈസ ദാവൂദ് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പർപ്പസ് എന്താ നമുക്ക് മനസ്സിലാക്കാം. ഈ ജിന്നിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന എല്ലാതര അധാർമികവും കൊളരായ്മകളെയും അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുഹമ്മദ് ഈസ ദാവൂദ് ഈ ഒരു മാഫിയെ, ഇങ്ങനെ ഒരു മാഫിയ അവിടെ ഉണ്ടായിരിക്കാം, ആ മാഫിയയ്ക്ക് വേണ്ടിയിട്ടാണ് ബിഹാഫ് ഓഫ് ദം ഈ മുഹമ്മദ് ഈസ ദാവൂദ് ഈ ഒരു പുസ്തകം എഴുതിയത്. ഇവിടെ ഇയാൾ ഈ പറഞ്ഞ ഖുർആനെ വരെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാണോ? പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടുപിടിക്കാൻ പ്രയാസം. ഇവിടെ ഇയാൾ ഒരു ആധാരമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മുഹമ്മദ് ഈസ ദാവൂദ്
ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണ് 27 പേജിൽ അയാൾ കൊടുത്ത ഈ ചിത്രം. നിങ്ങൾക്ക് കാണാം, ഈ ചിത്രം ജിന്നുകളുടെ ലോകം ഭാവനയിൽ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ആദ്യം ഇത് കാണുന്ന ഒരാള് അവരെന്ന് വിചാരിക്കുക, ഇത് മുസ്തഫ കാഞ്ചൂറിന്റെ ജിന്നോ, അല്ലെങ്കിൽ ഇതായിരിക്കും യഥാർത്ഥത്തിൽ ജിന്നിന്റെ ഒരിത്, ജിന്നുകളുടെ ലോകം ഇങ്ങനെയായിരിക്കും എന്നൊക്കെ വിശ്വസിച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ചിത്രത്തിന്റെ ഒരു താഴെയായിട്ട് ഓൾഡ് റോമൻ ഇംഗ്ലീഷ്, പഴയ റോമൻ സ്റ്റൈലുള്ള ഇംഗ്ലീഷിൽ ടെറിഫൈങ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ടെറിഫൈങ് ഡേ എന്നൊരു സംഭവം കാണാം. ടെറിഫൈങ് മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി എന്താ സംഭവിച്ചാൽ 16-ാം നൂറ്റാണ്ടിലെ ഈ ബൈബിൾ ഇൻസ്പയർ ആയിട്ടുള്ള ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഡേ ഓഫ് ആദം, അതായത് മനുഷ്യരുടെ ന്യായവിധി, അന്ത്യനാളിലെ മനുഷ്യരുടെ ന്യായവിധി സൂചിപ്പിക്കുന്ന ആ ഒരു എന്താണ്, ഈ ബൈബിൾ ഇൻസ്പയർ ആയിട്ട് ഉള്ളൊരു കൊത്തുപണിയാണ്, ചർച്ച് കൊത്തുപണിയാണ്. ഇതിൻ്റെ പിക്ചർ എടുത്തിട്ടാണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ ജിന്നുകളുടെ ലോകം ഭാവനയിൽ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിട്ടുള്ളത്. അല്ല, ഖുർആൻ കരീം വെച്ചിട്ട് കളിക്കുന്ന ഈ മുഹമ്മദ് ഈസാ ദാവൂദിന് ഈ ഒരു കലയെ വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വലിയ പ്രശ്നമുണ്ടാവില്ല. 18-ാം പേജിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ തമാശ കാണാം. ഇയാള്, അതായത് ഈ മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് പറയാണ്, ഞങ്ങളുടെ ലോകത്തും ഈ ഹിജാബ്, അതായത് നിഹാബ് ഉണ്ടെന്നാണ്, അതായത് ശിരോവസ്ത്രമൊക്കെ ഉണ്ട്, മനുഷ്യന്മാർക്ക് തന്നെയാണ് അവരുടെ സിസ്റ്റം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ മനുഷ്യന്മാരെ ഇൻവിസിബിൾ ആക്കി ഉണ്ടാകും. അതാണ് ഈ ഓദറിന്റെ ജിന്നുകളെ പറ്റിയുള്ള ഒരു ധാരണയല്ല, മറിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമുക്കറിയാം ഹിജാബിന്റെ ചരിത്രം എന്താണെന്ന്. നമുക്ക് ഈ പറയുന്നത് ഇസ്ലാമിലുണ്ടോ ഇല്ലാത്തതാണോ, അതിന്റെ സത്യാവസ്ഥ എന്താണ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണും. അതിന്റെ ലിങ്കും ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. ഈ ഒരു സംഭവം തീർച്ചയായും വളരെ ജിന്നുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ മൃഗങ്ങൾക്കും വല്ല ഹിജാബ് വേണ്ടി വരും. കാരണം ഈ രണ്ടാളുടെയും ലോകവും അവരുടെ ചുറ്റുപാടും അവരുടെ അവരുടെ രീതിയും അവരുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച രീതിയും എല്ലാം ഡിഫറെൻ്റ് ആണ്. എന്നിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ കൊടുക്കുന്നത്. പിന്നെ വേറൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്, ആരോപണം ഈ പറഞ്ഞ. മറ്റൊരു തമാശ എന്തെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൽ മുഹമ്മദ് ഈസാ ദാവൂദ് പറയുന്നുണ്ട്, അതായത് ഈ ജിന്നുകൾക്ക് കൊമ്പുണ്ട്, വാലുണ്ട്, അങ്ങനെയൊക്കെ. ഈ കൊമ്പും വാലും ഇതൊക്കെ ഒരാളെങ്ങനെയാണ് ഈ പർദ്ദയും നിക്കാബൊക്കെ എടുത്തത് ഞാൻ ആലോചിച്ച് നിൽക്കുന്നത്. അത് ഒരു നുണ പറയുമ്പോൾ മറ്റൊരു നുണ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനെ കോൺട്രാക്ട് ചെയ്യുമോ എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ എഴുതി വിടുന്നതിൻ്റെ പ്രശ്നമായത്. ഇതിന് മറ്റൊരു തെളിവാണ് ഈ ഒരു ജിന്നും ഈ ഒരു കഥയുടെയൊക്കെ സത്യാവസ്ഥയ്ക്ക്. പഠിച്ചവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ എല്ലാ പാമ്പുകളെയും അടിച്ചു കൊല്ലാനും പിന്നെ ഒരു വെളുത്ത പാമ്പിനെ മാത്രം വിടാനൊക്കെ പറയുന്നുണ്ട്. ഇത് പ്രതീകാത്മകമാണ്. അതായത് ഈ ഹദീസുകൾ പെട്ടെന്ന് വായിക്കുമ്പോൾ അതായത് വിവരിക്കും, എല്ലാ പാമ്പുകളെയും അടിച്ചു കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ മനസ്സിലാക്കേണ്ടത് പാമ്പും പന്നിയും നായും എല്ലാം അള്ളാഹിൻ്റെ സൃഷ്ടി തന്നെയാണ്. അവരോട് കരുണ കാണിച്ചാൽ അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കും. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച ആ ഒരു സമൂഹം അത്രത്തോളം ഇന്നത്തെ കാലത്തെ പോലെ ഇന്നത്തെ കാലത്ത് പോലും വീട്ടിലൊക്കെ പാമ്പ് കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. അന്ന് ഈ പറയുന്ന നബി സല്ലല്ലാഹു തങ്ങൾ ഇവിടെ ഈ ഹദീസിൽ പറയുന്നത്, നിങ്ങൾ ഈ അറേബ്യയാണല്ലോ, അറേബ്യയിലും നമ്മുടെ നാട്ടിലെ പോലെ പല പാമ്പുകളുണ്ട്. അപ്പോൾ ഈ ഹദീസിന്റെ ഫുൾ കോണ്ടക്സ്റ്റ് എടുത്താൽ നമുക്ക് മനസ്സിലാവും, അത് കാണാം. നബി സല്ലല്ലാഹു തങ്ങൾ സാറിന് ഒരു പാമ്പ് വീട്ടുകാരില്ലേ, അതിന് 3 ദിവസം പുറത്തു പോകാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. നമ്മൾ സാറിന് മനുഷ്യൻ പറയുകയോ, നമ്മൾ ആ സമയത്ത് തന്നെ എങ്ങനെയെങ്കിലും അതിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ 3 ദിവസമെങ്കിലും അതിനെ ഒഴിവാക്കാനുള്ള രീതിയിലുള്ള അതിനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്യാനും. പിന്നെ വെളുത്ത പാമ്പ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന അവരുടെ നാട്ടിൽ അന്നത്തെ കാലത്ത് ഈ പറയുന്ന അറേബ്യൻ കോണ്ടക്സ്റ്റിൽ വിഷമില്ലാത്ത നമ്മൾ ചേര എന്നൊക്കെ പറയും, ചേര നമ്മൾ അടിച്ചു കൊള്ളേണ്ട ആവശ്യമില്ല, ചേരക്ക് ഈ പറഞ്ഞ വിഷമില്ല എന്ന് പറയും. അതുപോലെ ആ നാട്ടിലെ ആ ഒരു പാമ്പിന് വിഷമില്ല, അപ്പോൾ അതിനെ അടിച്ചു കൊള്ളേണ്ട ആവശ്യമില്ല, അപ്പോൾ അതിനെ ഒഴിവാക്കുക. പിന്നെ ഈ മറ്റ് വിഷമുള്ള പാമ്പാണെങ്കിൽ അതിന് 3 ദിവസം കൊടുക്കുക, എന്നിട്ട് അത് പോകുന്നില്ല, അതിന് വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവന് ആപത്താണെങ്കിൽ, അത് ഹാനികരാണെങ്കിൽ, നമ്മുടെ ജീവനും സ്വത്തിനും നമുക്ക് അവിടെ നമ്മുടെ സർവൈവൻസിന് എസിസ്റ്റൻസിന് ഭീഷണിയാണെങ്കിൽ, ത്രെട്ടാണെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ 3 ദിവസത്തിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന അല്ലാഹു റസൂൽ നമുക്ക് അനുവാദം നൽകുള്ളൂ. അപ്പോൾ ഇതിനെ പോലും ഇത്രയും ഒരു സീരിയസ് ആയൊരു സംഭവത്തെ പോലും വളച്ചൊടിച്ച് ഈ പറഞ്ഞ ജിന്നുകൾ, നായകൾ ജിന്നാണ്, പാമ്പുകൾ ജിന്നാണ്, അങ്ങനെ പറഞ്ഞ എല്ലാത്തിനും ജിന്നി എന്ന് പറഞ്ഞിട്ട്
കൊടുക്കാനാണ് ഇയാൾ പറയുന്നത്. നമുക്ക് അറിയേണ്ടത് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഒന്നിനെയും ഒരു വസ്തുവിനെയും അനാവശ്യമായി സൃഷ്ടിച്ചിട്ടില്ല. എല്ലാത്തിനും കൊതുക് തൊട്ടിട്ട് പാമ്പ് തൊട്ടിട്ട് എല്ലാത്തിനും അതിൻ്റെതായ റോള് ഈ പ്രകൃതിയിൽ. അൽഹംദുലില്ലാഹ്. പിന്നെ വേറൊരു കാര്യം ഇയാൾ പറയേണ്ടത് ഇൽമുൽ ഗൈബിനെ പറ്റി. ഇൽമുൽ ഗൈബ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ മാർക്കറ്റിൽ വരും. അപ്പോൾ അതിനെ വായിക്കുകയോ അതിനെപ്പറ്റി അറിഞ്ഞ ശേഷം മിണ്ടാതിരിക്കുകയോ ചെയ്യാതെ ഇതുപോലെ വന്ന് അതിനെ കോൾ ഔട്ട് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, എക്സ്പോസ് ചെയ്യുക. ഇതിനെ വിൽക്കുന്നത് തന്നെ ഈ ഒരു മുസ്ലിം സിനിമയുടെ അഭിമുഖം എന്ന് പറഞ്ഞ് വിൽക്കുന്നത് തന്നെ വേറെ ആരുമല്ല, വേറെ സാധാരണ ഈ പറഞ്ഞ ഫിക്ഷൻ ബുക്ക് വിൽക്കുന്ന ആൾക്കാരല്ല, മറിച്ച് ഈ പറയുന്ന സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകൾ ബഹുമാനിക്കുന്ന ഉസ്താദ്മാർ തന്നെയാണ് ഈ ഒരു പുസ്തകം പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ മുസ്ലിം ഇൻഫ്ലുവൻസ്മാർ, യൂട്യൂബേഴ്സും അവർ ചിലപ്പോൾ ഉസ്താദ്മാരുടെ പ്രഷർ കൊണ്ടോ അല്ല ആ ഒരു ഇതുകൊണ്ടോ അവർ മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ബുക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബുക്ക് ഈ അറിഞ്ഞത് തന്നെ ഈ പറയുന്ന മുസ്ലിം യൂട്യൂബേഴ്സിൽ നിന്നും ഉസ്താദ്മാരിൽ നിന്നാണ്. അവരുടെ ഇങ്ങനെ അടിച്ചുവിടൽ നമുക്ക് നിർഭാഗ്യവശാൽ വളരെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ചില പ്രസംഗം ചെയ്യുന്ന ആൾക്കാർ വരെ ഇതെന്തോ ഇസ്ലാമിൻ്റെ സംഭവമാണ്, നമ്മളെ ഈമാനെ കുറിച്ച് വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റിദ്ധാരണയിൽ അവർ ഇങ്ങനത്തെ ബുക്കുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. കാരണം നമ്മൾ കാണുന്നത് പോലും സത്യമല്ലാത്ത ആവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോയിൽ കാണാം. മറ്റ് വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.